നമസ്കാരം. കാണുന്നതെല്ലാം വിശ്വസിക്കരുതെന്നും ഉപ്പ് പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ പ്രേക്ഷകരായ മലയാളികളെ ഞെട്ടിച്ച ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 24 മണിക്കൂറാകുന്നു ഇപ്പോൾ. അപ്പോഴും സിനിമാ മേഖലയിലെ പ്രമുഖർ വാ തുറന്നിട്ടില്ല. ഇന്നുവരെ കണ്ട വെള്ളി വെളിച്ചം ഇനി മലയാള സിനിമയ്ക്ക് ഇല്ല എന്നും മിന്നിത്തിളങ്ങിയ പൊന്നൊക്കെ മുക്കുപണ്ടമായിരുന്നുവെന്നും മലയാളികൾ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കിയിട്ടും തിരശ്ശീലയിലെ ഒരു ആരാധനാ കഥാപാത്രവും അതിന് ഉത്തരം നൽകാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടേയില്ല. അവസരത്തിനായി ഏതു പുരുഷനും വഴങ്ങേണ്ട അവസ്ഥയാണ് സിനിമയിലെ സ്ത്രീകൾക്കെന്ന് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ പറയുമ്പോൾ അതിന് ആധാരമായി ആ മേഖലയിലെ മൊഴികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എല്ലാ മേഖലയിലും ഇതില്ലേ എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പലരും തിരികെ ചോദിച്ചത്. അല്ല, എല്ലാ മേഖലയും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷോ തുടങ്ങുന്നത്. ലിംഗവിവേചനവും ലൈംഗിക അതിക്രമവും ക്രിമിനൽ പ്രവൃത്തികളും ലോബിയിങ്ങും എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഇതെല്ലാം തോന്നുംപടി ചെയ്ത ശേഷം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നെടുങ്കൻ ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി വാങ്ങുന്ന ഹിപ്പോക്രസി മറ്റൊരു മേഖലയ്ക്കും കാണില്ല. അത് സിനിമാ മേഖലയിൽ നിർഭാഗ്യവശാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിനിസ്ക്രീനിന്റെ ഭാഗമായിരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്കും 2 വാക്ക് പറയേണ്ടി വരുന്നത്. സ്വാഗതം. ഞാൻ അപർണ കുറുപ്പ്, MG രേണുക, ആര്യ ആർദേവൻ, ഭവ്യ പാർവതി എന്നിവർ ഒരുമിച്ച് നിൽക്കുന്നു. രേണുവിലേക്ക് തന്നെ ആദ്യം വരുമ്പോൾ, രേണു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അത് 24 മണിക്കൂർ അതിന് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന നിമിഷം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് സർക്കാർ ചെയ്യുക എന്നുള്ള വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം പറഞ്ഞ് തീർക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നേരെ അത് വായിച്ചിട്ടാണ് രേണു ഈ ഷോയിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യം. ഉറ്റുനോക്കാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ ആ റിപ്പോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കാൻ, അല്ലേ? തീർച്ചയായും. ഇന്നലെ എൻ്റെ അവധി ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്ന് തന്നെ റിപ്പോർട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണുന്ന അപർണക്കുറിപ്പ് വാർത്ത വായിക്കുന്ന ഒക്കെ കാണുന്നത്. പക്ഷേ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഞാൻ ഈ ഫീൽഡിൽ വന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നടക്കുമെന്ന്. പക്ഷേ പിന്നീട് നമ്മൾ കേട്ടത്, ഒരുപാട് വർഷങ്ങളെടുത്ത് കേട്ടതും മനസ്സിലാക്കിയതും, ഒടുവിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട അതിനുള്ളിൽ എത്ര മോശം അവസ്ഥയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയ വിഷയങ്ങളൊക്കെ തന്നെയാണ്. അതിൽ കമ്മിറ്റി കുറച്ച് നീതിപൂർവമായ വിഷയത്തെ സമീപിച്ചു, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമായിരുന്നു അതിനകത്ത് നമുക്ക് ഒരു അല്പം സമാധാനിക്കാനുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ റിപ്പോർട്ട് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഇത്രയും സമയമായി, എന്തായാലും നമ്മുടെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇരയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുന്നു. ഒരു കാരണവശാലും അത് പൂഴ്ത്തിവെച്ചിട്ടില്ല എന്നത് സർക്കാരിന്റെ ഭാഗമായിട്ട് 24 മണിക്കൂറായി സർക്കാരിന് മുന്നിൽ ഉയർന്നു വന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതെ, ഒരിക്കലും പൂഴ്ത്തിവെച്ചിട്ടില്ല, ഇരയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും, വേട്ടക്കാർക്കൊപ്പം ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോൾ പോലും ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഒരു പോക്സോ സംഭവം ഉൾപ്പെടെ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തിട്ടില്ല എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും അധികമൊന്നും പറയാനില്ല. കാരണം ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ട ഇതിന്റെ രഹസ്യാത്മക സ്വഭാവം അത് കീപ്പ് ചെയ്യണമെന്ന അവരുടെ ആവശ്യം പരിഗണിച്ചു സർക്കാർ എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം എന്താണ് എന്നത് നോക്കണം. നമുക്ക് ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ലല്ലോ അവരോട് മോശമായി പെരുമാറിയവരെ, അവരെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ ലഭിക്കരുത് എന്ന് ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല. പക്ഷേ അത് അവർക്കിനിയും അവരുടേത് മാത്രമല്ല, അവരുടെ വീട്ടിലുള്ളവരുടെ പോലും ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് പറയുന്നത്, ഇത് പുറത്തറിയരുത്, അതങ്ങനെ അറിയിക്കരുത്, ഞങ്ങൾക്കൊരു കുഴപ്പവും വരരുത്, ഞങ്ങൾ ഇതൊക്കെ സഹിച്ച് കടന്നു പോയവരാണ്, ഇനി ഒരു കുഴപ്പം വരരുത് എന്ന ഭാഗത്തു നിന്നുകൊണ്ടാണ് അവർ ഇത് പറയുന്നത്, പുറത്തുവിടരുന്നത്. അവിടെ സർക്കാരിനൊന്നും ചെയ്തില്ല, നമ്മൾ കേട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് പോലെ സർക്കാരും നിൽക്കുന്നു എന്നൊരു വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയില്ലേ എന്നൊരു ചോദ്യം മറുത്ത് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നേരത്തെ ഭവ്യ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളോടാണ് ചോദിക്കുന്നത്, മാധ്യമ മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് ഇത് പറയാൻ, ഇതെല്ലാ മേഖലയിലും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഭവ്യ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ വന്ന ഒരു സമയത്തായിരുന്നെങ്കിൽ ഇങ്ങനൊരു, അല്ലേ രേണു, ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വരുമോ, അത് മാധ്യമങ്ങൾ തന്നെ അത് ചർച്ച ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വലിയ ഒരു വിഷയമാണ്. അപ്പോൾ മാറ്റം
മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, മാധ്യമ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആ മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. തീർച്ചയായും അപർണ, ഏറ്റവും പ്രധാനമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് 2 തരം സ്ത്രീകളാണുള്ളത് സിനിമാ മേഖലയിൽ. ഒന്ന് നല്ല സ്ത്രീകൾ, മറ്റൊന്ന് മോശം സ്ത്രീകൾ. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് സ്ത്രീകളെ ഇത്തരത്തിൽ നല്ല സ്ത്രീകളെന്നും മോശം സ്ത്രീകളെന്നും 2ആയി തരംതിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് നല്ല സ്ത്രീ എന്നാൽ ആരെന്തു പറയുന്നു അത് കൃത്യമായി അനുസരിക്കുന്ന, കൃത്യമായി അനുസരണയുള്ള സ്ത്രീ, അങ്ങനെയാണ് പറയുന്നത്. അനുസരണയുള്ള സ്ത്രീയാണ് അതെ നല്ല സ്ത്രീ എന്ന് പറയുന്നു. അതോടൊപ്പം പറയുന്നു അതിന്റെ കൂടെ പറയുന്നു ആരെന്തു പറഞ്ഞാൽ അത് കേൾക്കാൻ ആ നല്ല സ്ത്രീ തയ്യാറാണ്. അതോടൊപ്പം സ്വതന്ത്രമായ വ്യക്തിത്വവും നിലപാടുമുള്ള സ്ത്രീയെ അവിടെ മോശം സ്ത്രീ എന്ന് ചിത്രീകരിക്കപ്പെടുന്നു. എങ്ങനെയാണ് മലയാള സിനിമ ഇത്തരത്തിൽ 2 തരത്തിൽ സ്ത്രീകളെ കാറ്റഗറി ചെയ്തത് എന്നതൊരു വലിയ ചോദ്യമാണ്. അപർണ ചോദിച്ചതിലേക്ക് വരികയാണെങ്കിൽ എല്ലാ മേഖലയിലും ആധിപത്യമുണ്ട്. പക്ഷേ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത്രമാത്രം പുരുഷാധിപത്യമുള്ള, പുരുഷ മേൽക്കോയ്മയുള്ള മറ്റൊരു മേഖല ഈ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം അത്രമാത്രമുണ്ട് മലയാള സിനിമയിൽ. നേരത്തെ രേണു പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനം അതിലേക്ക് വരാം. ഒരു സ്ത്രീ അവരനുഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ പോലും ഭയക്കുന്നു. പക്ഷെ അവിടെയാണ് നമ്മൾ ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. 17 തവണ റീടേക്ക് എടുക്കേണ്ടി വന്നു. തലേ ദിവസം തന്നെ ഉപദ്രവിച്ച പുരുഷന്റെ കൂടെ, നായകന്റെ കൂടെ അഭിനയിക്കാൻ സംവിധായകന്റെ നിർബന്ധം മൂലം 17 തവണ ഒരു നായികയ്ക്ക്, അതെ നല്ല സ്ത്രീ അല്ല, അതിലേക്കാണ് ഞാനും അത്, നല്ല സ്ത്രീ അല്ലാതിരുന്നത് കൊണ്ട് 17 തവണ റീടേക്ക് എടുക്കേണ്ടി വന്നു ഒരു നായികയ്ക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ, എന്ത് സാഹചര്യമാണെന്നൊരു വലിയ ചോദ്യമാണ് അവർ. ഭാഗത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് നിങ്ങളുടെ മാധ്യമ മേഖലയിലും ഇല്ലേ, ആശുപത്രി മേഖലകളിൽ ഇല്ലേ, എല്ലാ മേഖലയിലും ഉള്ളതാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടക്കുന്നത്, ഇതുപോലെ സ്ത്രീകൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ തന്നെയാണ് മാധ്യമങ്ങളോട് ചോദിച്ചത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് ഈ ഭവ്യ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരുന്നു. കാരണം ഈ 17 ടേക്ക് എടുപ്പിക്കുക, ഇപ്പോൾ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു പറഞ്ഞാൽ ജീവനും പോലും പേടിക്കേണ്ട അവസ്ഥ വരിക, കുടുംബം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക, അത്തരത്തിലൊരു സാഹചര്യം മറ്റേതെങ്കിലും മേഖലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമുക്ക് ഈ മാധ്യമ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇത്തരത്തിൽ ഇപ്പൊ എല്ലാ മേഖലയിലും മോശം മനുഷ്യരും നല്ല മനുഷ്യരുമുണ്ട്. പക്ഷെ നമുക്കെതിരെ മോശമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നമുക്കത് പറയാൻ ഒരു അതോറിറ്റി ഉണ്ട്, നമുക്ക് ശബ്ദിക്കാൻ ഒരു സാഹചര്യമുണ്ട്, സ്ഥലമുണ്ട്, നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള കരുത്തുണ്ട്. പക്ഷെ അതുപോലും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് സിനിമാ മേഖലയെന്ന് നമുക്ക് നിസ്സംശയം പറഞ്ഞുകൂടെ? അതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇതിപ്പോ ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് മുൻനിര നടിമാർ വരെ ഈ അതിക്രമത്തിന് വിധേയരാകുന്നു എന്ന് പറയുന്നു. നമ്മുടെ അടക്കം മേഖലകളിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തുടക്കക്കാർക്കുണ്ടാകുകയാണെങ്കിൽ അതല്ല എന്ന് പറയാൻ മറുശബ്ദങ്ങൾ അവിടെ ഉണ്ടാകും. ഇവിടെ ആ ഒരു മറുശബ്ദത്തിന് സ്പേസ് ഉണ്ടാകുന്നില്ല. മുൻനിര, കാരണം ഇതൊരു ട്രഡീഷൻ ആയിട്ട് നടന്നു പോവുകയാണ് അല്ലേ രേണു? ലൈംഗിക പീഡനം ഇത്രയും വലിയ വിഷയമായിട്ട് ഉയർന്നു വരുന്ന ഒരു റിപ്പോർട്ടോ ഒരു കേസ് സ്റ്റഡിയോ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതായത് സിനിമാ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകളെല്ലാം ഇതിന് തയ്യാറായി വരുന്നവരാണെന്നുള്ള പൊതുബോധം അത് ആ മേഖലയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ ആണ് വാഴുന്ന സിനിമ എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ തുടക്കം, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വാർത്ത തുടങ്ങുന്നത് മേൽക്കോയ്മ സിനിമയിലെ എന്ന് പറഞ്ഞ്, ആണധികാരം എന്നൊക്കെ പറഞ്ഞാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് അതിനും എത്രയോ മേലെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ എന്നാണ്. കാരണം ഒരാണധികാരത്തിന്റെയോ ആൺ മേൽക്കോയ്മയുടെയോ മാത്രം വിഷയമല്ല, ഇവിടുത്തെ നിയമങ്ങളുടെ പച്ചയായ ലംഘനം, മനുഷ്യത്വമില്ലായ്മ, അതിക്രൂരമായ നടപടികൾ, അതിക്രൂരമായി ഒപ്പമുള്ള മനുഷ്യരെ പീഡിപ്പിക്കുന്നതിന്റെ, ലഹരി മരുന്നുകൾ അടിച്ചിട്ട് വന്നൊക്കെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ എത്രയോ കഥകൾ വരുമ്പോൾ അതൊരു ആൺ മേൽക്കോയ്മയുടേതെന്ന് മാത്രം പറഞ്ഞ് അങ്ങനെ എല്ലാ സമൂഹത്തിന്റെ എല്ലാം ഭാഗമായ അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്ന പാട്രിയാർക്കിയുടെ ഒരു പ്രതിഫലനം എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. നമ്മളുടെ രാജ്യത്തുള്ള നിയമങ്ങൾ ഭരണഘടനയ്ക്കൊക്കെ വിപരീതമായിട്ട് ഒരു സംവിധാനമായി സിനിമാ മേഖല ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പ്രത്യേക അധികാരങ്ങൾ ലഭിക്കുന്നു, സ്ഥാനം ലഭിക്കുന്നു, അവർക്ക് സമൂഹത്തിൽ എല്ലാ വിധത്തിലുമുള്ള മേൽക്കോയ്മകൾ ലഭിക്കുന്നു. അതിൻ്റെയൊക്കെ സുഖം അനുഭവിച്ചിട്ടുകൊണ്ട്
നിയമലംഘനങ്ങൾ ഈ രാജ്യത്തെ നിയമം പോലും പാലിക്കാതെ മനുഷ്യത്വമില്ലാതെ സഹജീവികളോട് പെരുമാറുന്ന അങ്ങേയറ്റം ക്രൂരമായ പ്രവൃത്തികൾ നടക്കുന്ന ഇടമായിട്ടാണ് എനിക്ക് സിനിമ ഒരു കുറച്ചും കൂടെ നമ്മളെ സിനിമ ടേംസിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ കാലത്ത് മലയാള സിനിമയിൽ മലയാളികളായിട്ടുള്ള നായികമാരുണ്ടായിരുന്നില്ല. ബോംബെയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നായികമാർ മാത്രം വരിക, സൂപ്പർ താരങ്ങളുടെ തൊട്ട് അല്ലാത്ത താരങ്ങളുടെ യുവ നടന്മാർക്ക് പോലും എവിടെ പോയി നമ്മുടെ നടിമാരെല്ലാം എന്ന് ചോദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പല സിനിമയിലും നായിക തന്നെ ഇല്ല, എന്തുകൊണ്ടില്ല, എവിടെ പോയി നമ്മുടെ മികച്ച നടിമാർ എന്ന് ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഈ ഒരു പേരിനാണ് സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ നായികമാർ. അതിന് കാരണം എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചില കാര്യങ്ങൾ അത് തിരക്കഥ മാത്രമാണോ കാരണം, അതോ ഇങ്ങനെ ചില കാര്യങ്ങൾ അതിനകത്തുണ്ടോ? അത്തരം ചോദ്യങ്ങളൊക്കെ മലയാളി ചോദിച്ചു തുടങ്ങില്ല. ഏറ്റവും പ്രധാനമായി രേണുക അല്ലെങ്കിൽ അപർണ പറയാനുള്ളത്, വിപണി മൂല്യമുള്ള താരങ്ങൾക്കെതിരെ പരാതി പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് കൃത്യമായി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അതാണ് ഈ പരാതി പറയാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് വിപണി ആരുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് അവസരം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഇല്ല, നിങ്ങൾക്ക് സിനിമ തരുന്നില്ല, ഒരു കോക്കസ് തീരുമാനിക്കുകയാണ് നിങ്ങൾ സിനിമയെ ചെയ്യേണ്ട. ഓക്കെ, പേരെടുത്ത് തന്നെ പറയുന്നു, പാർവതി തിരുവോത്തിന്റെ പേരെടുത്ത് തന്നെ പറയുന്നു, സിനിമയിൽ നിന്ന് ഔട്ടായി പോയത് എങ്ങനെ, ആർക്കെല്ലാം എതിരെയുള്ള വിമർശനങ്ങൾ പാർവതി പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ അഭിമുഖങ്ങളിൽ പറഞ്ഞു. ഔട്ടായി പോകുമ്പോൾ പ്ലാറ്റ്ഫോം ഇല്ലാതാവുകയാണ്. അപ്പം ഇതാരാണ് വിപണി മൂല്യം ഉണ്ടാക്കുന്നത്? പ്രേക്ഷകർക്ക് കാണാൻ ആരൊക്കെ സിനിമയിൽ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഒരു പവർ ഗ്രൂപ്പാണ്. അതാണ് പറയുന്നത്. നമുക്ക് ചോയ്സ് ഇല്ല, നമുക്ക് ചോയ്സ് ഉണ്ടാകുന്നില്ല. ഈ സിനിമയിൽ നിന്ന് ഔട്ടായി എന്ന് മാത്രമല്ല, പാർവതി തിരുവോത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം, റിമ കലികളുടെ കാര്യം എടുക്കാം. ഇവർ പൊതുസമൂഹത്തിൽ എന്താണ് നേരിട്ടത്? ഇവർ അനുഭവിച്ച സൈബർ അറ്റാക്ക്, അത് ശരിക്കും നമ്മൾ മലയാളി സമൂഹം തന്നെയാണോ സൈബർ അറ്റാക്ക് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. അത് സൈബർ അറ്റാക്ക് ആളും ബലവും സംവിധാനവും ഉള്ളവരാണ് ഈ പവർ ഗ്രൂപ്പ് എന്നതുകൂടിയാണല്ലോ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഇപ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു? ഇപ്പോൾ നേരത്തെ അപർണ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ കമ്മിറ്റി ഈ പഠനം നടത്തുന്ന സമയത്തിൽ നിന്ന് മലയാള സിനിമ എത്രമാത്രം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങൾ എന്താ, പാർവതി തിരുവോത്തിന്റെ ഉള്ളൊഴുക്ക് എന്ന സിനിമ നമ്മൾ കണ്ടിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് എത്രമാത്രം വലിയ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെയാണ് നമ്മൾ കാണുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, മലയാള സിനിമയിൽ ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു താരസംഘടന വെറും പാവയായിട്ട് നിൽക്കുന്ന അവസരങ്ങൾ ഒന്നിലധികം തവണ കണ്ടിരിക്കുന്നു. ഇന്നലെ ഈ മിനിറ്റ് വരെ ഞങ്ങൾക്ക് സ്റ്റേജ് ഷോയാണ് പ്രാധാന്യം എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞത് മാധ്യമങ്ങൾ കേട്ടതാണ്. ഇതുവരെ മറുത്തെന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതല്ല, ഇങ്ങനൊരു വിഷയമുണ്ട് എന്നാരെ പഠിച്ചിട്ട് പറയണം. എത്ര സമയമെടുത്തു അവർ പഠിച്ചിട്ട് പറയാൻ? എപ്പോഴാണ് പഠിച്ചിട്ട് പറയുക? ആരാണ് പഠിച്ചിട്ട് പറയുക? ഇതെല്ലാം വിഷയങ്ങളുണ്ട്. അതായത് നീ പറഞ്ഞതുപോലെ ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളുണ്ട്. പക്ഷേ ഈ കാലഘട്ടം മാറിയപ്പോൾ ഒരു വലിയ ഫൈറ്റ് നടന്ന് മറ്റൊരു ഒരു പാരലൽ ഗ്രൂപ്പ് ഇതിനകത്തുണ്ട്. അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ മെജോറിറ്റി ആരുടെ കയ്യിലാണ്? മെജോറിറ്റി എന്താണ്? നമ്മളിപ്പോ ഭവ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഈ പോയിന്റിൽ സൂചിപ്പിച്ചോട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ മാധ്യമ മേഖലയിലെ കാര്യങ്ങൾ പറയുന്നു, നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് ഈ സിനിമയുടെ അത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഒരു കാലത്ത് എല്ലാ വിഭാഗങ്ങളിലും എല്ലായിടങ്ങളിലും സ്ത്രീകൾ ഇതൊക്കെ തന്നെ അനുഭവിച്ചിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അവിടെ നിന്നൊക്കെ കുറേയധികം സ്ത്രീകൾ ഇതുപോലെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന് അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയെടുത്ത അവകാശത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുപോലെ സിനിമയിലെ ആ അവകാശ പോരാട്ടം തുടങ്ങാൻ ഏറെ വൈകിപ്പോയി എന്നതാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണോ WCC രൂപീകരിക്കും, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആ അതിജീവിത പോരാടാൻ തീരുമാനിക്കുന്ന അവിടെ മുതൽ തുടങ്ങുകയാണ് മലയാള സിനിമയിലെ പോരാട്ടങ്ങളുടെ കാലം എന്ന് ഞാൻ കരുതുകയാണ്. അവിടെ നിന്ന് പിന്നീട് WCC രൂപീകരിച്ച് WCCയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റിയും ഈ സിനിമയിൽ നടക്കുന്ന ഇതാണെന്ന് പുറം ലോകം അറിയുന്ന ഒരു ആധികാരിക റിപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആ കാലഘട്ടം കുറച്ച് വൈകിപ്പോയി എന്നതാണ് എനിക്ക് തോന്നുന്നത്. WCCയിൽ വന്ന നടിമാർക്ക് എന്ത് സംഭവിച്ചു? ഈ പുറത്ത് പറഞ്ഞ നടിമാർക്ക് ഇപ്പൊ എവിടെ? അവർക്കൊക്കെ റോൾ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ WCCയുടെ സ്ഥാപക അംഗം ആയിട്ടുള്ള ഒരു നടി ഇതിനകത്തുനിന്ന് മാറിപ്പോയി, അവർക്ക് അവസരങ്ങൾ കിട്ടി. അതൊക്കെ ആരാണ് എന്ന്
ഒരുവിധം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന വിഷയമൊക്കെയാണ്. അതിൽ നമുക്ക് ചർച്ച നടക്കണ്ട. അപർണ, നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി താരസംഘടന അമ്മയെക്കുറിച്ച്. കൃത്യമായി അപർണ പറയുകയും ചെയ്തു, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കണം, ഇതുവരെ അവർ പഠിച്ചു കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ മുതലേ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര സമയമായിട്ട് അവർ പഠിച്ചു ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് മാത്രമല്ല, പ്രധാനമായും പറയുന്നു കണ്ടമാനം പേജ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പഠിക്കാൻ സമയം വേണമെന്നാണ് അതിലൊരാൾ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് അവർക്ക് സമയമെടുത്തോട്ടെ. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഒരുപാട് കൃത്യമായി ഹേമ കമ്മിറ്റി എണ്ണി പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന്. ഏറ്റവും പ്രധാനമായി ശുചിമുറിയുടെ കാര്യം പറയുന്നു, വസ്ത്രം മാറാൻ സൗകര്യമില്ല എന്ന് പറയുന്നു. ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ താരസംഘടന അമ്മ എന്നാണ് എൻ്റെ ഒരു ചോദ്യം പ്രധാനമായും. അതിൽ എന്നെ ഏറെ ഞെട്ടിച്ചൊരു വാചകം ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഇങ്ങനെയാണ്: ഞങ്ങൾ കമ്മിറ്റിക്ക് മുൻപിൽ 2 വരികൾ വെച്ചു. അതായത് ഞങ്ങൾക്ക് ഒന്നുകിൽ പ്രധാന നായികയ്ക്ക് കാരവാൻ ഉണ്ടാകും, ഒന്നുകിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറഞ്ഞ കാര്യമാണ്, പ്രധാന നായികയ്ക്ക് കാരവാൻ ഉണ്ടാകും, ഒന്നുകിൽ ഞങ്ങൾക്ക് ആ കാരവാനിൽ വസ്ത്രം മാറാനുള്ള സൗകര്യം ഒരുക്കുക, അതല്ലെങ്കിൽ മറ്റൊരു വാഹനം അതിനായി സജ്ജീകരിച്ചു തരിക എന്നൊരു നിഗമനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം കമ്മിറ്റിയുടെ മുൻപിലേക്ക് വന്ന സമയത്ത് മറ്റ് നായികമാർ അല്ലെങ്കിൽ മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് പേടിയാണ്, കാരണം അതിൽ ഒളി ക്യാമറകൾ ഉണ്ടാകും. ഈ ഒളി ക്യാമറ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ആവശ്യത്തിന് ലൈംഗികതയ്ക്ക് വഴങ്ങിയാൽ എന്ത് പരാമർശമാണത്, എന്ത് നിരീക്ഷണമാണ്? വെള്ളം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത. മാത്രമല്ല, ഈ ഡാൻസേഴ്സും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വിഭാഗത്തിലെ ഒരു പറ്റം ആളുകൾ ഇപ്പോഴും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി മുന്നോട്ട് വന്ന അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോഴും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ തങ്ങൾക്ക് കഴിയില്ല, അവർക്ക് ഭയമാണ്. ഇന്നലെ ഞാനൊന്ന് ഇടപെട്ട് പറയുന്നു. ഇന്നലെ അമ്മ ഭാരവാഹികൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് പരാതി പറയാമല്ലോ, ഞങ്ങൾ ഇടപെടുമല്ലോ. പരാതി പറയുന്നവർക്കെതിരെ ജീവഹാനി ഭയം, കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തും. പ്രധാനപ്പെട്ട നടിമാരെയൊക്കെ വെട്ടിയരിഞ്ഞ് ഇല്ലാതെയാക്കി. എങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി പറയും? അപ്പോൾ മറ്റൊരു വിഭാഗം ചോദിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇവർക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നിട്ട് അഭിനയിച്ചേ മതിയാകുമോ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരു വിഭാഗം ഉന്നയിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം അതിലുണ്ട്, അവരൊക്കെ ചെറുപ്പം മുതൽ അഭിനയം മോഹവുമായിട്ട് ഒരു സിനിമയിൽ മുഖം കാണിക്കണം, എനിക്കും ഒരു അഭിനേത്രി ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. അവിടെ അവർ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ അവർ വിധേയപ്പെട്ടു പോവുകയാണ്. അതായത് അവരുടെ അഭിനയിച്ച നടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ നടി അന്ന് അത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നു. ഇല്ല, അതൊക്കെ ഓരോ പോരാട്ടത്തിലൂടെ ഈ സാഹചര്യത്തിൽ പക്ഷേ മാതാപിതാക്കളെ കൂട്ടിയാണ് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഒരു പുതുമുഖ നായിക സെറ്റിലേക്ക് വരുന്നത് എന്നുകൂടിയുള്ള റിപ്പോർട്ടുകൾ നമ്മളെ അതൊക്കെ ആലോചിച്ച് നോക്കൂ. ഒരു നായികയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ 10, 40, 50 ദിവസം വേണ്ടി വരും. ആ 50 ദിവസവും അവർ വരുന്നത് അവരുടെ മാതാപിതാക്കളെ കൂട്ടിയാണ്. പിന്നെ ഞങ്ങൾ തുടക്കം മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരിക്കലും നായികമാർ മാത്രമല്ല, അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ലൈറ്റ്, ക്യാമറ, അങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, അല്ലാതെ ഒരു സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതാണ്, സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഈ തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് പുരുഷന്മാർ തന്നെ പറയുന്നു. ലോബിയിങ് ഉണ്ട്, മാഫിയ ഉണ്ട്, സെക്ഷൽ അബ്യൂസ് ഉണ്ട്, ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുന്നു പുരുഷന്മാർ പോലും എന്നാണ് പറയുന്നത്. ഇവിടെ അപർണ നേരത്തെ അമ്മ സംഘടനയെ കുറിച്ച് ചോദിച്ചു. ഇന്നലെ അമ്മ സംഘടനയുടെ അവരുടെ ആളുകൾ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷവും പിന്നീട് ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണം വന്നതിന് ശേഷവും ഒക്കെ സ്ക്രീനിലിരുന്ന് അപർണ കുറുപ്പ് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മാഫിയ സംഘം എന്ന് പറയുന്നതിന്റെ സംഘടനാ വേർഷനാണ് അമ്മ എന്ന് നമുക്കറിയാത്തതല്ല. എനിക്ക് പറയാനുള്ളത്, ഷൈൻ ടോം ചാക്കോ അല്ലായിരുന്നു അതിന് പ്രതികരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുന്നത്? കൃത്യമായിട്ട് പ്രതികരിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ മാറി നിൽക്കുമ്പോൾ, ഷൈൻ എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർക്ക് പറയാം, ഇത് 235-ലധികം പേജുകൾ ഉള്ള ഒരു റിപ്പോർട്ടാണ്, ഞങ്ങൾ വായിച്ചില്ല, ആ റിപ്പോർട്ട് വന്നതേ ഉള്ളൂ, കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ പറയാൻ എക്സ്ക്യൂസുകൾ ഇഷ്ടം പോലുള്ള സമയത്താണ് ഇന്നലെ മാധ്യമങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ അവർക്കൊപ്പമുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്ത് ലൈംഗികമായി ആക്രമിക്കപ്പെട്ട് പരാതി കൊടുത്ത് അതിന്റെ പ്രതികരണം തേടുമ്പോൾ ഈ അമ്മ സംഘടനയും അതിനൊപ്പമുള്ളവരും പറഞ്ഞത് എന്താണെന്ന് കേട്ട നാടാണല്ലോ നമ്മളുടേത്. അപ്പോൾ എനിക്കതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അവർ ഇന്നലെ അതിനേക്കാൾ മയപ്പെട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അതിനേക്കാൾ ഭേദപ്പെട്ട് സംസാരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ കാലം മാറി വരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദിലീപിന് ഉണ്ടായ ജയിൽവാസം അടക്കമുള്ള വിഷയങ്ങൾ
സിനിമാ പ്രവർത്തകരുടെ മുന്നിലുണ്ട്. ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രി പറഞ്ഞു 94 വർഷം പ്രവർത്തന പരിചയമുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പൈതൃകം നമ്മൾ കുറച്ച് കാണുന്നില്ല. ഇല്ല, പക്ഷേ ഈ 94 വർഷത്തോളം എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിഷയമുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരുപക്ഷെ ഈ മാറ്റങ്ങൾ കൊണ്ട് ഇപ്പോഴായിരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രി കുറച്ചും കൂടെ സേഫ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അല്ലെ, നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കിയാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു, അവർ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം നടക്കുന്നതാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നേ ഇപ്പോൾ മറ്റ് സിനിമാ ഇൻഡസ്ട്രികളുണ്ട്, നമ്മളുടെ അടുത്തൊക്കെ തന്നെയുള്ള ഇൻഡസ്ട്രികളുണ്ട്. ബോളിവുഡിന്റെ കാര്യമായാലും ടോളിവുഡ് ആയാലും മറ്റേത് സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചായാലും ഇങ്ങനെയൊക്കെ പഠനം നടത്തിയാൽ ഇതിലും വലിയ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ കേരളം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു എന്നത് ഇവിടുത്തെ, അത് വെറുതെ സർക്കാരിന് തോന്നി ഒരു ദിവസം ചെയ്യുന്നതല്ല. ഇവിടുത്തെ സ്ത്രീകൾ അതിനെതിരെ പോരാടി അവരുടെ പരിശ്രമ ഫലമായിട്ട് WCCയുടെ അതിലുള്ള പങ്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല, അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതിൽ എവിടെ നടപടി? ഈ 4 വർഷം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടുന്നു. ICC രൂപീകരിച്ചതുൾപ്പെടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ആ ICC പറയട്ടെ, അതായത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു തമിഴ് സിനിമ ആരാധികയായതുകൊണ്ട് മാത്രം പറയുന്നല്ല. നമ്മുടെ പല വിഷയങ്ങളിലും ഇന്നലെ തിയേറ്ററിലൂടെ ലിബർട്ടി ബഷീർ പ്രതികരിച്ചു. ഏറ്റവും മോശം ഇൻഡസ്ട്രി മലയാള സിനിമ ഇൻഡസ്ട്രിയാണ്, തമിഴ് ഭേദമാണ്, ബോളിവുഡ് ഭേദമാണ് പറഞ്ഞു. ഇത് വളരെ രാഷ്ട്രീയകരമായിട്ടുള്ള സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ സേഫ് സോണിൽ മാത്രം നിന്ന് പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. അതല്ല തമിഴിൽ നടക്കുന്നത്. നമുക്കറിയാം, കാവേരി വിഷയത്തിനൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാനുണ്ടോ? ഈ പ്രളയം വന്ന സമയത്ത്, അത് എപ്പോഴാണ് പ്രളയം വന്നത്? ഇതിനു ശേഷം, ഈ വിഷയത്തിന് ശേഷം. അതുവരെ ഇങ്ങനത്തെ വിഷയങ്ങളിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സൂപ്പർ താരങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? എവിടെയാണ്? എനിക്കിപ്പോ എന്താണ് നടക്കുന്നതെന്ന് അവിടെയുള്ള ആളുകൾ തുറന്നു പറയാൻ നമുക്ക് പല ആളുകൾക്കും പബ്ലിക്കായി ഇത് പറയാൻ പേടിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇതിനെതിരെ പല ഹർജികളും വന്ന സാഹചര്യം എന്താണ്? അവരിത് പറഞ്ഞു എന്ന് പുറം ലോകം അറിയുമോ എന്നുള്ള പേടിയാണ്. അതായത് തങ്ങൾ പോലും ഇത് നേരിട്ടു എന്ന് പറയാൻ ഭയമാണ് അവർക്ക്. തങ്ങളുടെ സ്വന്തം വിഷയം പോലും പറയാൻ മടിയാണ്, പിന്നെ എങ്ങനെയാണ് മറ്റുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുക? ഇതിന്റെ ഒരു നടപടി എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ICC രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഈ മാഫിയ സംഘത്തെ മറികടക്കാൻ പറ്റുന്നതല്ല ഈ ICCക്ക് പോലും സാധിക്കുമോ എന്ന അതൊരു ക്രിമിനൽ രീതിയിൽ തന്നെ കണക്കാക്കേണ്ടതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പരാതി വരട്ടെ, പരാതി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയും. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ആർക്കും എന്ന് ചോദിക്കാം. പക്ഷേ ജീവഹാനി, കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമോ എന്നുള്ള പേടി, ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേത് നാട്ടിലാണ് നടക്കുന്നത്? അതെങ്ങനെയാണ് വെച്ചുപൊറിപ്പിക്കാൻ കഴിയുക? അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലൈമാക്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പോഴും നമ്മളുടെ കയ്യിൽ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇനിയുമുണ്ട്, ക്ലൈമാക്സ് വരാനിരിക്കുന്നുള്ളൂ. അതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട്. ഇത്രമാത്രം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ മറച്ചു വെച്ചിരിക്കുന്ന, സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ആ പേജുകളിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ? ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങൾ. പവർ ഗ്രൂപ്പിലെ ആ മന്ത്രി ആരാണ്? മാക്ടയെ പൊളിച്ച നടൻ ആരാണ്? പിന്നെ ഏത് പ്രമുഖ നടനെതിരെ പറഞ്ഞതുകൊണ്ടാണ് ഒരു യുവനടി സൈബർ ആക്രമണം നേരിട്ട് ഫീൽഡ് ഔട്ട് ആയി പോയത്? ചോദ്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് ഇതിന്റെ എല്ലാം ഉത്തരം അറിയില്ലേ? ഉറപ്പായിട്ടും അറിയുന്നുണ്ടാവും. പക്ഷെ അവിടെയും ഇതെന്താണ്, എല്ലാവരും വ്യക്തി താല്പര്യങ്ങൾക്കും ആ ഒരു വ്യക്തി ആരാധനയ്ക്കും ഒക്കെ സോഷ്യൽ മീഡിയയിലെ മറ്റ് ആളുകളെ കുറിച്ച്, അതായത് സാധാരണക്കാരെ, സിനിമയ്ക്ക് വെളിയിലുള്ള ആളുകളെ പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അത്തരത്തിൽ തന്നെയാണ്. ഒരു വ്യക്തി ആരാധന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓറയിൽ നമ്മൾ ഭ്രമിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ തന്നെയാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ അവർക്കെതിരെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊക്കെ നേരത്തെ പല ഗോസിപ്പുകളായിട്ട്, റൂമേഴ്സ് ആയിട്ടൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ കുറച്ചുകൂടി ആധികാരികത വന്നു എന്നതിനപ്പുറം ആരിത് ചെയ്തു, ആരൊക്കെയാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, ആ പേരറിയാനുള്ള ബാധ്യത അത് നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ അപർണ? ഇപ്പോ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ 90 വർഷത്തിലധികം പൈതൃകമുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയെ ആരും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിരുന്നവരൊക്കെ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ആ സംശയത്തിന്റെ നിഴലിൽ നിന്ന് ഇന്നസെന്റ് ആയിട്ടുള്ളവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്?
അത് ഓരോരുത്തരും വിചാരിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ആരാധിക്കുന്ന പലരുടെയും മുഖങ്ങൾ ഇന്നയാളായിരിക്കുമോ എന്ന് കടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട് ആരൊക്കെ ഇല്ല എന്നത് വ്യക്തത വരേണ്ടത് ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടിരിക്കുന്നവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം തിലകന്റെ മകൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തുടക്കമാണ്. ഇനി കൂടുതൽ ആൾക്കാർ പറയും ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് കൂടുതൽ ആൾക്കാർ പറയും. ഒരുപക്ഷെ ആ പറഞ്ഞു വരുന്നിടത്ത് പേരുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ആ പാരഗ്രാഫ് മറച്ചു വെച്ചാലും ചില പേരുകളൊക്കെ വരും സമയങ്ങളിൽ നമുക്ക് അതിലേക്ക് കൂടെ വരണം. ഒരുപാട് ഈ പറഞ്ഞ പോലെ ആരാണ് ആ പവർ ഗ്രൂപ്പിലെ മന്ത്രി എന്നതടക്കമുള്ള പോലും ചോദ്യങ്ങൾ, അതും രാഷ്ട്രീയപരമായിട്ട് പോലും ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തിരികെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആണധികാരം വാഴുന്ന സിനിമ ആര്യ പറഞ്ഞു വരികയായിരുന്നു. അതെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് അപർണ, ഈ പേരുകൾ ഇനി പുറത്തു വന്നാൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ ഭാരവാഹിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇതൊക്കെ ആരോപണങ്ങളല്ലേ, ഇനിയിപ്പോൾ ഈ പേര് വന്നാൽ തന്നെ ഇതൊക്കെ ആരോപണങ്ങളല്ലേ, ഇത് എങ്ങനെ തെളിയിക്കും, നിയമപരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും എങ്ങനെ കേസെടുക്കും, തെളിവുകളുണ്ടോ? ചില വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകൾക്കും അപ്പുറം പീഡിപ്പിക്കപ്പെട്ടു, അതിക്രൂരമായി ഈ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്നുള്ളത് എങ്ങനെ തെളിയിക്കുമെന്നുള്ളതൊരു ചോദ്യമല്ലേ. അപ്പോൾ സർക്കാരിനോ നമ്മുടെ സംവിധാനത്തിനോ ഒക്കെ നിയമപരമായി ഈ വിഷയത്തിൽ ഏത് തലത്തിൽ ഇടപെടാൻ കഴിയും? ഈ അമ്മയിലുള്ള ബാക്കി എല്ലാവരും തന്നെ ഇതൊക്കെ വെറും ആരോപണങ്ങൾ, ആർക്കും എതിരെ എന്തും പറയാമല്ലോ. ഇതേ ഡയലോഗ് തന്നെയാണ് ആ വ്യക്തി പറഞ്ഞത്. ചേർത്തല ജയനാണെന്ന് തോന്നുന്നു ആ ഒരു പ്രതികരണം നടത്തിയത്. ഇവർക്ക് ഈ കാര്യം പറഞ്ഞ് കൈയൊഴിഞ്ഞുകൂടെ? എനിക്ക് അതിൽ ഇനി ഞാൻ കാണുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇനി ഒരു പിറകിലോട്ടുള്ള ഒരു തിരിഞ്ഞു നോക്കലോ അല്ലെങ്കിൽ നടപടി എടുക്കലോ ആരെങ്കിലും പ്രതിയാക്കലോ ഒന്നും ഉണ്ടാവും ഞാൻ കരുതുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് നൽകിയ പരാതി ADGPക്ക് കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വിഗ്രഹങ്ങൾ ഉടയുക എന്നൊക്കെ പറയുന്നത് ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് നടപടി എന്നറിയില്ല. പക്ഷേ രേവതി ഇന്നലെ നമ്മളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്, ഇനി എൻ്റെ മകൾ സിനിമയിലേക്ക് വരുമ്പോൾ അവൾക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം അതിനകത്തുണ്ടാകും. അങ്ങനെ അതായത് ഇനി അടുത്ത തലമുറയ്ക്കെങ്കിലും ഇതൊരു തൊഴിലെന്ന രീതിയിൽ ഇതിന്റെ ഈ കുറെ അധികം സ്ത്രീകൾ മുന്നോട്ട് വന്ന് പോരാടിയതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അവർക്ക് ശേഷം വരുന്ന തലമുറയെങ്കിലും ഇതൊന്നും അനുഭവിക്കാതെ തുല്യ വേതനം മേടിച്ച് സമത്വം അനുഭവിച്ച് ഈ രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഇതൊക്കെ അനുഭവിച്ചതാണല്ലോ അതേ ആളുകൾ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗമായും അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും സമൂഹത്തിന് മുന്നിൽ വലിയ കേമന്മാരായിട്ടും ഇപ്പോഴും നടക്കുന്നു എന്നത് ഒരിക്കലും ഇത് അനുഭവിച്ച സ്ത്രീകൾക്ക് കിട്ടുന്ന നീതിയല്ല. അപ്പോൾ ഒരു പക്ഷേ സർക്കാർ ഈ പ്രഷർ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായി സർക്കാർ തന്നെ ഒരു പക്ഷേ നിയമ നടപടികളിലേക്ക് കടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സർക്കാരിന് കടക്കേണ്ടി വരും. കാരണം നമ്മുടെ സംവിധാനങ്ങൾക്ക് നമ്മളുടെ ഓരോരുത്തരെയും സംരക്ഷിക്കാൻ, അവിടെ നീതി ഉറപ്പാക്കാനുള്ള വലിയ അവർക്കുള്ള കടമയുണ്ട്. അത് ഉറപ്പാക്കാൻ സർക്കാർ സന്നദ്ധമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വലിയ സമ്മർദ്ദങ്ങൾ സർക്കാരിന് അവിടെ ഇടപെടലുകൾ ഉണ്ടാവും. ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം അതിലൊന്ന്, സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു അതിക്രമം നടന്നു എന്ന് കേട്ടാൽ പോലും നിയമപരിരക്ഷ നൽകേണ്ട നാടാണ് നമ്മുടേത്. അത്തരത്തിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമുള്ള നാടാണ്. ആ ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ 4.5 വർഷം ഇത്തരത്തിൽ പോക്സോ അടക്കമുള്ള കേസുകൾ ഉൾപ്പെട്ട ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ പൂഴ്ത്തിവെച്ചത് എന്നത് നമ്മൾ മറന്നുകൂടാ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലൈംഗികാതിക്രമം ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് അത് മൊഴികളുള്ളതിനാൽ പ്രത്യേകതരം കേസെടുക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇടപെടുന്നില്ല, എന്തുകൊണ്ട് കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നതിന് വലിയ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. നിയമ നടപടിക്ക് സർക്കാർ മുതിരുമോ എന്നൊരു ചോദ്യമാണ് പ്രേക്ഷകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാന നമ്മുടെ ടാർഗറ്റ് മുഴുവൻ താരങ്ങളാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരെയാണ് നമ്മൾ കാണുന്നത്, നേരിട്ട് കാണുന്നത്. പ്രേക്ഷകർക്ക് അവരെയാണ് സിനിമ എന്ന് പറയുന്ന അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് താരസംഘടന അമ്മ ഒരു സിനിമ എടുക്കുന്നു, 2020 എന്ന് പറഞ്ഞ പേരിൽ സിനിമ വരുന്നു. അന്ന് ആ സിനിമ തിയേറ്റർ, സിനിമയുടെ കഥ ഒക്കെ ഇതുപോലെ സ്ത്രീ സംരക്ഷണവും ഒക്കെയാണ്, അത് അവിടെ നിൽക്കട്ടെ. ആ സിനിമ വരുന്ന സമയത്ത് ആ സിനിമയെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സിനിമ എന്താണ് അതിൻ്റെ കണ്ടത് എന്ന് വിമർശിച്ചുകൊണ്ട്, അന്ന് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കകാലമാണ്, നമ്മൾ ഒരു വാർത്ത ചെയ്യുന്നു. ഈ വാർത്ത വളരെ പെട്ടെന്ന്
പിൻവലിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ്. കാരണം അത് നമ്മൾ അതായത് ന്യൂസ് ചാനൽസിന് പോലും അങ്ങനെ ഒരു മലയാള സിനിമയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ താരസംഘടനയ്ക്കെതിരായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ കാലത്തുണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് താരസംഘടന മറ്റൊരു പടം എടുത്താൽ ഏത് തരത്തിലായിരിക്കും നമ്മൾ ന്യൂസ് ചാനൽസ് എടുക്കുക ഉണ്ട്. അപ്പോൾ കാലം മാറിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ. അത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആയത്തുൽ ഷംന നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ഷംനയ്ക്ക് നമുക്കൊപ്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഷംന എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വനിതാ മാധ്യമ പ്രവർത്തക, അതെങ്ങനെയാണ് ഷംന കാണുന്നത് എന്നറിയാൻ നമുക്കൊരു ഇതുണ്ട്. ആയിരിക്കും തോന്നുന്നില്ലേ? ഷംന എന്താണ് പറയുന്നത്? ഷംനയുടെ വാക്കുകൾ കേട്ടിട്ട് ശേഷം വരാം. എനിക്ക് തോന്നുന്നു ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ രേണു നേരത്തെ പറഞ്ഞ പോലത്തെ ചോദ്യം പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞത് താരങ്ങൾക്കെതിരെ മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അതല്ല, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, കൃത്യമായിട്ട് ഇടനിലക്കാർ എന്ന് വിളിക്കാവുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. അങ്ങനെ ഇവരെല്ലാം ചേർന്ന 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഒരു 15 പേരുടെ പവർ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് എങ്ങനെ സിനിമ പോകണം, ആരഭിനയിക്കണം എന്ന് മാത്രമല്ല, ഇതിനകത്ത് നടക്കുന്ന പരാതികൾക്ക് എതിരെ ഒരു നീതിന്യായ വ്യവസ്ഥയിലുള്ള നടപടി പോലും വേണ്ട എന്നാണ്. അതാണ് അത്ഭുതം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പവർ ഗ്രൂപ്പ് നമുക്കറിയില്ല ആരൊക്കെയാണ് പേര് എന്ന് നമുക്കറിയില്ല. പക്ഷേ പലരും പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് ചില സൂചനകളുണ്ട്, ഇന്ന ആളുകളായിരിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ലഭിക്കുന്ന ഇത് നമുക്ക് പുറത്തു പറയുക സാധ്യമല്ലല്ലോ. അത് മോശമാണ്, അത് ശരിയല്ല. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ പുറത്തു പറയുന്നത്. പക്ഷേ ഇന്ന ആളുകളായിരിക്കും എന്ന തരത്തിൽ വലിയ അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പവർ ഗ്രൂപ്പിന്റെ ആളുകൾ ഇപ്പൊ നമ്മുടെ അസംബ്ലി നോക്കിയാൽ അവിടെ വരെ താരങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇല്ലേ? അവർക്ക് പ്രാതിനിധ്യം ഉണ്ട് നമ്മുടെ അസംബ്ലിയിൽ വരെ. അപ്പോൾ അവർ ഏതൊക്കെ ഇടങ്ങളിൽ എങ്ങനെയൊക്കെ ഈ സർക്കാരുമായും നമ്മുടെ സംവിധാനങ്ങളുമായി ഇഴചേർന്നിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഏതൊക്കെ സമ്മർദ്ദങ്ങൾ, എന്തുകൊണ്ടാണ് സർക്കാർ ഈ 4.5 വർഷം ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്? ഈ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദ ഫലമായിട്ടാണെന്നാണ് ഇന്ന് വിനയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവർക്ക് എവിടെയൊക്കെ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഇടപെടാതെ ഞാനൊന്ന് പറയുന്നത്, ആരൊക്കെയാണ് ഇതിനകത്ത് പ്രതികരിക്കുന്നത് എന്ന് പോലും, അതിന് പോലും എന്താണ് ക്രെഡിബിലിറ്റി എന്നുള്ളൊരു ചോദ്യം പുറത്തു നിൽക്കുന്നവർക്ക് തോന്നും. സിനിമാ മേഖലയിലുള്ളവർ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ സിനിമകളിൽ എന്താണ് സംഭവിച്ചത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, ആ തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഒറ്റയടിക്ക് ഒരു ഇൻഡസ്ട്രിയെ നാണം കെടുത്തിക്കൊണ്ട് പറയാൻ പാടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതാണ് സംഭവിക്കുന്നത്. ഷംനയുടെ വാക്കുകളിലേക്ക്, അത് ശരിയായിട്ട് നമുക്ക് ഷംനയുടെ വാക്കൊന്ന് കേട്ട ശേഷം വരാം. വലിയ ആരാധക വൃന്ദമുള്ള ഒരു സമൂഹത്തിലേക്കാണ് താരപരിവേഷങ്ങളുടെ പകിട്ട് ഉടച്ചെറിഞ്ഞ് ജസ്റ്റിസ് ഹേമ അന്വേഷണ റിപ്പോർട്ട് വെക്കുന്നത്. ഫ്ലക്സുകളിൽ പാലഭിഷേകം നടത്തിയും തിയേറ്ററുകളിൽ കൈയടിച്ചും ആർപ്പ് വിളിച്ചും മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഇത്രയും നാൾ ഇവരെയാണല്ലോ ആരാധിച്ചതെന്ന് ചിലർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാനാകില്ല. അപർണ പറഞ്ഞ പോലെ വെള്ളിത്തിരയിൽ മാത്രമല്ല, ക്യാമറ ഇല്ലാത്തപ്പോഴും ഇവർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 86ാം ഖണ്ഡികയിൽ തലക്കെട്ട് തന്നെ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കാസ്റ്റിംഗ് കൗച്ച് എന്നാണ്. ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നൊക്കെ പറയുന്നത് പോലെ ആർട്ടിസ്റ്റ് ആവുക ഒരു സ്വപ്നമാണ്. അതൊരു പ്രൊഫഷനാണ്. പ്രചോദനമാകുന്ന നല്ല സന്ദേശങ്ങൾ തലമുറയ്ക്ക് കൈമാറേണ്ട മേഖല. അവിടേക്ക് സ്വപ്നങ്ങളുമായി എത്തുന്ന പെൺകുട്ടികൾ ഈ പരസ്യങ്ങൾ കണ്ട്, പലപ്പോഴും കാസ്റ്റിംഗ് കാൾ പോലത്തെ പരസ്യങ്ങൾ കണ്ട് അപേക്ഷിച്ചാൽ കാത്തിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ തലക്കെട്ടുകളിലേക്കാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ചൂഷണയും അവഗണനയും ഒക്കെ നേരിടുന്നുണ്ട് എന്ന് അക്കമിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി ഈ തെളിവെടുക്കാൻ നേരിട്ട ബുദ്ധിമുട്ടുകളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല, അങ്ങോട്ട് സമീപിച്ചിട്ടും ഒഴിഞ്ഞു മാറി. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഈ റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരിടത്ത് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്, സിനിമയിലെ ഡാൻസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരുടെയും ഞങ്ങൾ ഹേമ കമ്മിറ്റിയാണ്, നിങ്ങളുടെ പരാതികൾ പറയാമെന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പറഞ്ഞപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ലെഫ്റ്റ് ആയിപ്പോയി. പ്രതികരിച്ചാൽ ജോലി ഉണ്ടാകില്ലെന്ന് ഭീഷണിപ്പെടുത്തൽ, അത് ഭയന്നാണ് അത്തരം ഒരു ലെഫ്റ്റ് അടിക്കൽ ഉണ്ടായത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഈ റിപ്പോർട്ടിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈ വേട്ടക്കാരുടെ പവർ മനസ്സിലാക്കേണ്ടത്. 15 പേരോളമുള്ള കിച്ചൺ ക്യാബിനറ്റ് പ്രമുഖരാണ് ഈ മേഖല നിയന്ത്രിക്കുന്നത്. ഇന്ന് അധികാര കസേരയിൽ ഇരിക്കുന്ന ജനപ്രതിനിധികൾ മുതൽ ആരാധ്യ പുരുഷന്മാർ വരെ ഇതിലുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്.
2019 ഡിസംബർ 31 റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സർക്കാരിന് നൽകുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല എന്നത് വലിയൊരു ചോദ്യമാണ്. ഉള്ളടക്കം കിട്ടാൻ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളടക്കം കിട്ടാൻ അല്ലെങ്കിൽ നിയമക്കുരുക്കുകളിൽ പെട്ട് ഇതൊന്ന് പുറത്തു വരാൻ വേണ്ടി എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ കിട്ടിയതാകട്ടെ അടർത്തിയ ഭാഗങ്ങളാണ്. രാഷ്ട്രീയ വിഷയം കൂടിയായി കഴിഞ്ഞു ഇപ്പോൾ ഇത്. യുവജന സംഘടനകൾ സജീവമായി വിഷയം ഏറ്റെടുത്തു. പല കോണുകളിൽ നിന്ന് പ്രതിഷേധങ്ങളടക്കം ഉയർന്ന സാഹചര്യത്തിലേക്ക് വരെ പോകുന്നു. ഈ കേസിൽ അല്ലെങ്കിൽ ഇതിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്തായിരിക്കും എന്നത് പോലീസ് എങ്ങനെ ഇതിനെ ഏറ്റെടുക്കുന്നു, ഈ കേസ് എങ്ങനെ കൊണ്ടുപോകുന്നു, അത് നോക്കി തന്നെയായിരിക്കും. പോലീസിന്റെ തുടർ നടപടി പോലെ തന്നെയാകും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇനിയുള്ള ദിശ എന്ന് പറയുന്നത്. എന്തായാലും ആത്യന്തികമായി പ്രതികൂട്ടൽ ആരുമില്ലെങ്കിലും സെറ്റിൽ സ്ത്രീകൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാന്, വാതിൽ മുട്ടലുകൾ ഭയമില്ലാതെ ഉറങ്ങാന്, തുല്യ വേതനം ലഭിക്കാന്, വിവേചനം ഒഴിവാക്കാന്, സിരകളിൽ ലഹരി കയറുമ്പോൾ അവൾക്ക് നേരെ ആരും തിരിയാതിരിക്കാന് ഇതിനൊക്കെ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, നിങ്ങൾ വിമർശിക്കുന്നത് മുഴുവൻ പുരുഷന്മാരെയുമാണോ? സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണോ? അങ്ങനെ ഒരു വെർഷനും ഈ ഷോക്കില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു വെർഷനുമില്ല. WCCയുടെ സ്ഥാപക അംഗമായിട്ടുള്ള ഏത് നടിയാണ് ആ സംഘടന ഉപേക്ഷിച്ചു പോയി കൂടുതൽ അവസരങ്ങളിലേക്ക് നിന്നത്? എത്രയോ മോശമാണത്. അപ്പോഴും മലയാളികളുടെ മുന്നിൽ അവരെ വിളിക്കുന്ന പേരെന്താണ്, എങ്ങനെയാണ് അവർ കണക്കാക്കപ്പെടുന്നത്? അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവണ്ടേ? നമുക്കിപ്പോ പേര് പറയാൻ കഴിയില്ല, പക്ഷെ അത് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണത്. അല്ല, രണ്ട് വാക്കുകൾ മാത്രമേ എനിക്ക് തോന്നുന്നു സിനിമാ ഇൻഡസ്ട്രിയിൽ, ഒന്ന് കോംപ്രമൈസ്, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്. ഈ രണ്ട് വാക്കുകളാണ് അവിടുത്തെ സ്ത്രീകളെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായി കൃത്യമായി പറയുന്നുണ്ട്, കിടക്ക പങ്കിടാൻ തയ്യാറായവരാണ് മലയാള സിനിമയിലെ സ്ത്രീകളെന്നാണ്, എന്നൊരു പൊതുബോധമുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അത്തരത്തിലൊരു പൊതുബോധമൊന്നുമില്ല. ഞങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം സിനിമയിലെ പൊതുബോധമുണ്ടെന്നാണ്. സിനിമയിലെ പൊതുബോധമുണ്ട്. ഇന്നലെ നമ്മൾ വിളിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ പറയുന്നത് പണ്ട് തൊട്ടേ ഇതുണ്ട്. അപ്പോ ഇതൊരു ട്രഡീഷനാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഇതൊരു ട്രഡീഷനാണ്. ഈ ഒരു ട്രഡീഷനിലാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് ആ ട്രഡീഷൻ മറികടക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഇൻഡസ്ട്രി കരുതുന്നുണ്ടെങ്കിൽ they have to correct it. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ലഹരിയാണ് എന്നും എടുത്തു പറയുന്നുണ്ട് ഈ റിപ്പോർട്ട്. കാരണം നമ്മൾ ഇന്നലെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്, രാത്രി കിടക്കാൻ ഞങ്ങൾക്ക് ഭയമാണ്. കാരണം കിടന്നു കഴിഞ്ഞാൽ പുറത്തു വന്ന് മുട്ടുകയാണ് ചെയ്യുന്നത്. വാതിൽ തല്ലി പൊളിച്ചകത്ത് കയറുന്ന നടന്മാരുണ്ട് എന്ന് വരെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറഞ്ഞൊരു വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്നു തള്ളിയാൽ തുറക്കാവുന്ന വാതിലുകളുള്ള റൂമാണ് ഞങ്ങൾക്ക് തരുന്നത്. വളരെ വേദനയോട് കൂടി പറഞ്ഞ ഒരുപാട് മൊഴികളുണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥ പോലും കാണുന്നില്ല നമ്മുടെ സംഘടന എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പെണ്ണിനെതിരെ കൈ പൊക്കുന്നവനെ അടിക്കണം എന്ന് പറയുന്ന, അങ്ങനെ കൈയടി മേടിക്കുന്ന നമ്മുടെ താരങ്ങളോട് ചോദിക്കണം, നിങ്ങളുണ്ടായിരുന്നോ ആ മുട്ടുന്നവരിൽ? ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്, ഇല്ലേ? ആരും ചോദിക്കും. നമ്മളുടെ ഇവിടെ ഇപ്പോ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ യൂട്യൂബിൽ ചില കമന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ TRPക്ക് വേണ്ടിയല്ലേ, നിങ്ങൾക്ക് കിട്ടിയ എല്ലിങ് കഷ്ണമല്ലേ ഇന്ന് ഈ ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കമന്റ്സ്. അത് നമ്മുടെ ചർച്ചയിലെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വീഡിയോകളുടെയും താഴെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാകുന്നില്ല. കൂടുതൽ സംസാരിക്കുക, ഇത് കൂടുതൽ ചർച്ചയാക്കുക. അപ്പോൾ മാത്രമായിരിക്കും ഈ പ്രവണത, ഒട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത, നീതിയും സമത്വവും ഒന്നുമില്ലാതെ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കൂ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകന്റെ മനോനില എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതല്ലാതെ മറ്റേതൊരു വിഷയത്തിലാണ് മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന TRPക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എല്ലിങ് കഷണത്തിന് കുടപിടിക്കാനോ ഒന്നുമല്ല. ഇത് ഓരോരുത്തരും നമ്മൾക്ക് സാധ്യമായ എല്ലായിടത്തും ഈ ഒരു പ്രേക്ഷകൻ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ഉൾപ്പെടെ പറയാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ പറയുക തന്നെ വേണം. കാരണം നിങ്ങൾ ഈ സ്ക്രീനുകളിൽ കണ്ട് ആസ്വദിച്ച സ്ത്രീകൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ആ സ്ക്രീനിൽ അത് അഭിനയിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെള്ളം കിട്ടാതെ, വെള്ളം കുടിക്കാതെ, എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകാൻ സംവിധാനമില്ലാതെ വെള്ളം കുടിക്കാതെയൊക്കെ എങ്ങനെയാണ് സ്ക്രീനിൽ അവർക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞത്? ഉർവശിക്ക് മറ്റ് നമ്മുടെ പ്രമുഖ നടന്മാർക്ക്
കിട്ടി അത്രയും പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ ഇത് കൂടി ആകുമ്പോഴെന്നാണ് മനസ്സിലായി. എങ്ങനെ അവർക്ക് ഈ രീതിയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം കുറെ അധികം പ്രിവിലേജ് കിട്ടി, എല്ലാവരെ അടക്കിവാണ്, എല്ലാവരെ ആക്രമിച്ച് എല്ലാ വിധത്തിലുമുള്ള സുഖം അനുഭവിച്ച് കുറേ പേർ അനുഭവിക്കുന്നവർക്കൊപ്പം നിന്ന് ഈ സ്ത്രീകൾ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് എങ്ങനെ ഇത്രയും അഭിനയിച്ചു എന്ന് അവരോട് ഓരോരുത്തരോടും ഈ സിനിമ ഇൻഡസ്ട്രി പിച്ച വെച്ച് തുടങ്ങിയ കാലം മുതൽ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളോടും ചോദിക്കാൻ പോകും, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഇത്രയും പക്ഷേ ഈ അഭിനേതാക്കൾക്ക് അപ്പുറത്തേക്ക്, അതാണ് നമ്മൾ പവർ ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു വന്നത്, അതായത് സംവിധായകർ അവരൊക്കെ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഉണ്ട്. സിനിമ നിയന്ത്രിക്കുന്ന സംവിധായകന് എന്ത് സംഭവിക്കുന്നു? ഇപ്പോഴും പ്രതികരണം നമ്മൾ തിരക്കുന്നത് അമ്മയുടെ ഭാരവാഹികളോടാണ്. സംവിധായകർക്ക് ഉത്തരവാദിത്വമുണ്ട്, നിർമ്മാതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഈ പറയുന്ന മറ്റ് ടെക്നീഷ്യൻസിനൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത് ഈ പറയുന്ന ഒരു 15 പേരെന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് നടന്മാർ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതെ, ഈ പറഞ്ഞ ആളുകളൊക്കെ ഉൾപ്പെട്ടതാണ് ആ 15 പവർ ഗ്രൂപ്പ്. നിസ്സഹായരായ ചില സംവിധായകരുടെ കാര്യം കൂടി കേൾക്കുന്നുണ്ട്. അവർക്ക് അവർ ഇഷ്ടപ്പെട്ട രീതിയിൽ സംവിധാനം ചെയ്യാൻ പറ്റാതെ ഈ പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട നടന്റെ ഒക്കെ ആജ്ഞ അനുസരിച്ച് അവരുടെ സിനിമ, അവരുടെ സ്വപ്നങ്ങളിലെ സിനിമ മാറ്റി എഴുതേണ്ടി വന്ന ഹതഭാഗ്യരായ സംവിധായകരെ കുറിച്ചും അതാണ് പലതവണ പലരും പറയുന്നു മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് റോളില്ല. നായികമാരല്ല ഞാൻ പറയുന്നത്, അന്ന് നമ്മൾ പറഞ്ഞു. അതല്ലാത്തവർക്കും റോളില്ല, അമ്മ വേഷങ്ങളുമില്ല. ഇനിയുള്ളത് ചെറിയ ചെറിയ വേഷങ്ങൾ. അപ്പോൾ ഓക്കെ, അങ്ങനെയാണോ കഥ വരുന്നത്? അതങ്ങനെയല്ല വരുന്നത്. ഇത്തരം ചില കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അത്തരം കഥാപാത്രങ്ങൾ അമ്മ വേണ്ട, ചേച്ചി വേണ്ട, അനിയത്തി വേണ്ട, ഇതൊന്നും വേണ്ട എന്നങ്ങ് തീരുമാനിക്കുക. പക്ഷെ അതിനൊക്കെ ഇപ്പം മാറ്റം വന്നിട്ടില്ല പറഞ്ഞ നമ്മളുടെ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി പഠനം തുടങ്ങിയതിൽ നിന്ന് തന്നെ ഇപ്പോൾ വരുമ്പോഴേക്കും നമ്മുടെ സിനിമ ഒരുപാട് മാറി. അപർണ കുറുപ്പ് പറഞ്ഞു, പണ്ട് അമ്മ ഒന്ന് കൈ അനക്കിയാൽ അല്ലെങ്കിൽ വിരൽ അനക്കിയാൽ വാർത്ത കൊടുക്കാത്ത മാധ്യമങ്ങളുണ്ട്. ഇന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ മാറി. എന്തുകൊണ്ടാണ് മാറിയത്? ഒരാൾ വിചാരിച്ചാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ അത് വാർത്തയാക്കാൻ കഴിയുമെന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ മാറിയപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ മാറിയത്. സ്വയം മേഖലയും സ്വാധീനിക്കുകയാണ്. സ്വയം വിമർശനം അല്ല, അതിലെല്ലാവരും സ്വാധീനിക്കപ്പെടില്ലല്ലോ. സ്വയം വിമർശനപരമായി പറഞ്ഞാൽ മാധ്യമങ്ങൾ എങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാം വാർത്തയാക്കുന്നവരായി എന്ന് പറഞ്ഞാൽ അത് ഈ ഡിജിറ്റൽ യുഗത്തിൽ വന്ന മാറ്റം കൊണ്ടാണ്. നിങ്ങൾ വാർത്തയാക്കിയില്ലെങ്കിൽ അത് വാർത്തയാക്കാൻ മറ്റാളുകളുണ്ട് എന്ന ഒരു കാലഘട്ടം വന്നപ്പോഴാണ് മാധ്യമങ്ങൾ മാറി തുടങ്ങിയത്. അതുപോലെ തന്നെ സിനിമ മാറി തുടങ്ങിയിരിക്കുന്നു. ആർക്കും ഒരു പൈതൃകവും അവകാശപ്പെടാനില്ലാത്തവർക്കും ഒരു സിനിമ എടുക്കാം. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാൽ അത് കാണാൻ ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചെറുപ്പക്കാരുടെ സിനിമയായി നമ്മുടെ മലയാള സിനിമ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ മാറും, ഈ സാഹചര്യങ്ങളൊക്കെ മാറും. അതിന്റെ വലിയൊരു തുടക്കമാണ് WCCയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നത്. ഇനി കുറെ അധികം പേർ മുന്നോട്ട് വരും നിയമ പോരാട്ടത്തിലേക്ക്. അതിന് എനിക്ക് ഭവ്യ പറയാനുള്ളത്, ഇപ്പൊ അവർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് പൂഴ്ത്തിവെച്ചിട്ടില്ല എന്ന് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ മറുപടി പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് തോന്നില്ലേ 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് കടന്നു പോകുമ്പോൾ എത്രത്തോളം സ്വാധീനം അതിനകത്ത് വന്നിട്ടുണ്ടാകും, എത്രത്തോളം സമ്മർദ്ദം അതിനകത്ത് ചെലുത്തിയിട്ടുണ്ടാകും? ആ തരത്തിൽ മാധ്യമങ്ങളെ ഒരു കാലത്ത് നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്ന അവർക്ക് സ്വാഭാവികമായിട്ടും അധികൃതരെയും ഭരണകർത്താക്കളെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ആലോചിക്കുന്നത്, ഏത് തരത്തിൽ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു എന്റെ സംശയം അതാണ്. തീർച്ചയായും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന കുറച്ച് വസ്തുതകളുണ്ട്. അതിങ്ങനെയാണ്, അതായത് ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഉന്നതരെ ഉൾപ്പെടെയുള്ള ചാറ്റുകളുടെ വിവരം, സ്ക്രീൻഷോട്ട്, മൊഴി എന്നിവയൊക്കെ അറിയുന്നു ഇതിലുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒപ്പം രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഉൾപ്പെടുന്ന പെൻഡ്രൈവ്, CD തുടങ്ങിയ ഇലക്ട്രോണിക് രേഖകളുമടക്കം ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. അതിൽ മാത്രം ഈ റിപ്പോർട്ടിൽ ഈ രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെടുന്നുണ്ട് എന്ന്. പക്ഷെ ആ പേരുകൾ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അങ്ങനെ പേരുകളുണ്ട്, അത് കൃത്യമായി കമ്മിറ്റിയുടെ കയ്യിലുണ്ട്, അത് സർക്കാരിന്റെ കയ്യിലുണ്ട് എങ്കിൽ എന്തിനാണ് ഇത്ര കാലം 4.5 വർഷം ഇത് കൊടുത്തവരുടെ കയ്യിലും അതുണ്ട്. രേവതിയുടെ ഒരു വാക്ക് നമ്മൾ ഓർക്കണം, ഞങ്ങളുടെ പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ഒരു പരാമർശം. അത് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണാർത്ഥത്തിൽ നമുക്കറിയില്ല. എങ്കിൽ പോലും ഇത് രേഖകൾ, ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ കമ്മിറ്റി ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ എത്തുന്നത്. അത് സർക്കാരിന് നൽകിയിരിക്കുന്നു. അവർക്ക് കിട്ടിയ തെളിവുകൾ ഇതിനിരയായ ഓരോരുത്തരും ഇപ്പോഴും സൂക്ഷിക്കുന്ന തെളിവുകളാണ്. അവർക്ക് വേണമെങ്കിൽ ഇനി ഒരു നിയമ പോരാട്ടത്തിന് കോടതിയെ സമീപിക്കാം, അതിനുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ചിത്രം വ്യക്തമല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകൻ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ഈ റിപ്പോർട്ടിനും വെളിയിലായിരിക്കും എന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരൊക്കെ കാണും. ചാർലി ചാപ്ലിൻ ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ നടനായിരുന്നു. ചാർലി ചാപ്ലിന്റെ മരണശേഷമാണ് അയാളൊരു പീഡോഫൈലായിരുന്നു. ചെറിയ കുട്ടികളെ പോലും
ലൈംഗികമായി ഉപയോഗിച്ച ഒരാളായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു. അന്നാണ് ആ വിഗ്രഹം ഉടയുന്നത്, അതാണ് മാറുന്നത്. പക്ഷേ ഇവിടെയുള്ളവർ ആ ഒരു ഘട്ടം വരെ എത്തുന്നതിന് മുൻപേ ആ വിഗ്രഹങ്ങൾ ഉടയണം. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരിക്കൽ കൈയടിച്ച ജനങ്ങൾ കല്ലെറിയുന്ന രീതിയിലേക്ക് വരണം. അതാണല്ലോ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഈ സാധാരണക്കാരായ പ്രേക്ഷകർ മാത്രമാണോ? ഒരു ഫാൻസ് അസോസിയേഷനാണ് ഇതിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സംസാരിക്കുന്നവർക്കെതിരെ ആഞ്ഞടിക്കാനും അവരെ കഴിവാരി തേക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്നത് ഇവരുടെ ഒക്കെ പിൻബലം, അതായത് ഈ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്. ഇനി ഇത്തരത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഏത് വിഷയമുണ്ടായാലും അതിൽ രണ്ടഭിപ്രായം പറയുന്ന ആളുകളാണ് എല്ലാവരും ഉള്ളത്. ഇനിയിപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഉടയുന്നു എന്നുള്ള നിമിഷം വന്നാൽ തന്നെ ഈ ഫാൻസ് അസോസിയേഷൻസ് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായും അവർ സോഷ്യൽ മീഡിയയെ അത്തരത്തിൽ ഇവരുടെ പൊളിഞ്ഞുപോയ ഇമേജ് തിരിച്ചു കൊണ്ടുവരാൻ തക്ക വിധത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ വീണ്ടും ആളുകൾ സംശയിക്കും, അപ്പോൾ ഇത് ശരിയായിരുന്നില്ലേ, അപ്പോൾ ഈ വിവാദം ഉയർത്തിയ അല്ലെങ്കിൽ ഈ ആരോപണം ഉയർത്തിയ സ്ത്രീകളാണോ കുറ്റക്കാർ? ഇവർ നേരത്തെ ഈ പറഞ്ഞതുപോലെ അന്ന് ഇതൊക്കെ സഹിച്ചിരുന്നിട്ട് ഇപ്പോൾ ഇത് വന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സ്ഥിരമായി ഏതൊരു ആക്രമണം ഉണ്ടാകുമ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്. വസ്ത്രം ശരിയല്ലായിരുന്നു, ആ കറക്റ്റ് സമയത്ത് പ്രതികരിച്ചില്ല, ഇപ്പോഴാണോ പ്രതികരിക്കുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലായിരുന്നു, അപ്പോൾ വേണ്ടതെല്ലാം നേടിയെടുത്തതിന് ശേഷം ഇപ്പോൾ വന്ന് പ്രതികരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സമൂഹ മാധ്യമത്തിൽ ഒക്കെയും സ്ത്രീകൾ ഈ വിധത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ എന്നൊരു സംശയം കൂടിയുണ്ട്. അതിപ്പോ മാധ്യമങ്ങളായാലും നമ്മൾ അറിയാമല്ലോ, എല്ലാ മാധ്യമങ്ങളും ഒരേ ലക്ഷ്യത്തോടെ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അങ്ങനെയുള്ളവർ ഈ പോരാടാൻ ഉറച്ച സ്ത്രീകളോടൊക്കെ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ എന്നതൊരു അശ്ലീല ചുവയോട് കൂടിയ ചോദ്യങ്ങളുമായി ഈ സിനിമാ രംഗത്തെ സ്ത്രീകളെ വട്ടമിട്ട് പിടിക്കുന്ന, എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്ന കുറെ അധികം പേരെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ മറ്റുള്ളവരോട് അല്ലെങ്കിൽ പ്രമുഖ താരങ്ങളോട് നിങ്ങളാണോ ആ പ്രമുഖ താരം എന്ന് ചോദിക്കുന്നില്ല എന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾ ഇതൊക്കെ നേരിടാൻ ഉറച്ചു തന്നെയാണ്. നമ്മൾ ഈ മുന്നിൽ നിന്ന് നയിച്ച സ്ത്രീകളൊക്കെ ഇതൊക്കെ നേരിടാൻ, അവരെ ഇനി ഒരു തരത്തിലും ആർക്കും ഭീഷണിപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഒന്നും കഴിയില്ല. ഇതൊക്കെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ, അതായത് ഞാൻ എന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഞാനത് നിർത്തിയിട്ട് പോയതാണ്. അങ്ങനെ നിർത്തിയിട്ട് പോയ രഞ്ജിനിയല്ല, എത്ര നടിമാർ, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പേരെടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ ആ കരിയറിന്റെ വിവാഹമാവട്ടെ അല്ലാതാവട്ടെ ഒഴിവാക്കപ്പെട്ടതാവട്ടെ എത്രയോ നടിമാരുണ്ട്. അവർക്കും ഇപ്പോഴും പുറത്തു വന്ന് ഇതൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇല്ലേ? അതൊക്കെ പ്രേക്ഷകർ സ്വയം ഇനി അത് വിലയിരുത്തണം. അതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ അവരില്ലാതായി പോയി എന്നൊക്കെ ചോദിക്കേണ്ടി വരില്ലേ? അതൊക്കെ പ്രേക്ഷകർ ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മൾ അതിജീവിതവർക്കാണ് സംരക്ഷണം, നമ്മുടെ നിയമം സംരക്ഷണം ഒരുക്കുന്നത്. അല്ലാണ്ട് വേട്ടയാടിയവരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കൂ എന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൽ എന്നോട് മൊഴി നൽകിയവർ അവരുടെ ഐഡന്റിറ്റി പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കാരണവശാലും പുറത്തുവിടരുത്. കാരണം അവരെ വിശ്വസിച്ച് നൽകിയ മൊഴിയാണ്, ആ വിവരം പുറത്തുവിടരുത്. കമ്മിറ്റി അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അല്ലാണ്ട് ഇവരെ ഉപദ്രവിച്ചവരുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾ സുരക്ഷിതമാക്കി വെക്കൂ എന്ന് സർക്കാരിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിവരങ്ങൾ ആരൊക്കെയാണോ മൊഴി കൊടുത്തത് അവരുടെ ഐഡന്റിറ്റി പുറത്തു വിടാതെ തന്നെ ഈ നിയമലംഘനങ്ങൾ നടത്തിയ, ഈ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം നടത്തിയ, ലൈംഗികമായി സ്ത്രീകളെ ഉപയോഗിച്ച നന്മമരങ്ങളായി ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവം കാണിക്കേണ്ടത് സർക്കാരാണ്. അത് ഇരകളുടെ പേര് പുറത്തു വരും. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ അങ്ങ് വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിനും പറയാൻ പറ്റുന്ന ന്യായമല്ല. അത് അധികകാലം നിലനിൽക്കില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വന്ന് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ ഇരയ്ക്കൊപ്പം ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കാനുള്ള ബാധ്യതയും ഈ സർക്കാരുണ്ട്. അവർ ആ വഴി തേടുമോ എന്ന് നോക്കും, അത് കാത്തിരിക്കും. ഇല്ലെങ്കിൽ അതിനെതിരെ ശബ്ദം ഉയരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ WCC പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, അത് പുറത്ത് കേൾക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ വകുപ്പ് മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ കൈ അവിടെ ശുദ്ധമാണെങ്കിൽ എത്ര വേഗം ഈ അന്വേഷണത്തിൽ, ഈ ചോദ്യങ്ങളിൽ, ഈ മൊഴികളിൽ
കേസ് എടുക്കുമെന്നല്ല, അല്ലെങ്കിൽ നിയമ സാധുത തേടുമെന്നതാണ് അവിടെ അറിയാനുള്ളത്. ഇപ്പോൾ ഞാനും ആര്യയും രേണുകയും അപർണയും ഒക്കെ ഒരു പക്ഷേ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറയുകയുണ്ടായി, സിനിമ തിയേറ്ററിൽ പോയിരുന്ന ഈ നായകൻ നായികയെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പീഡനം ഏറ്റൊരു പെൺകുട്ടിയെ നായകൻ ചേർത്ത് പിടിച്ച് കോടതി മുറികളിൽ അടിക്കുന്ന മാസ് ഡയലോഗുകൾക്ക് കൈയടിക്കുന്നവരാണ് നമ്മളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുമൊക്കെ. അതേ നായകരാണ്. എന്നാണ് ഈ മാസ് ഡയലോഗുകൾ ഇങ്ങനെ മാറിയത്? മറ്റേ തണുപ്പത്ത് കാലുവീടൊക്കെ ചവിട്ടാണ് എന്തോ ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ് എന്നാണ് ഇങ്ങനെ മാറിയതെന്ന് കൂടി ഓർക്കണം. എത്ര പേര് മാറിയെന്നും കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും പറഞ്ഞേ, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഒരു സിനിമ മലയാളത്തിൽ പറഞ്ഞത് 1983 40 വർഷമാകുന്നു. നടി ശോഭയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അന്ന് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന തമിഴ് ഇൻഡസ്ട്രി, മലയാള സിനിമ ഇൻഡസ്ട്രി ഇത്തരം സെക്ഷൽ അബ്യൂസ് എല്ലാം വ്യക്തമാക്കുന്ന സിനിമ. അത് 40 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. ആ സിനിമയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങളടക്കം ഇപ്പോഴും പുറത്തു വരുമ്പോൾ അതിന് മേളിൽ, അതായത് എന്ത് സംഭവിച്ചു ഈ മാറ്റങ്ങൾ കൊണ്ടെന്നുള്ള ഒരു വല്ലാതെ പേടിപ്പിക്കുന്നൊരു കാര്യം. 40 വർഷം മുമ്പ് പല മേഖലകളിൽ എടുത്തു നോക്കിയാൽ ഇത് തന്നെ ആയിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അതെ, ആ പ്രാകൃതമായ രീതിയിൽ നിന്ന് ഈ കാലം ഇത്രയും പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രേണുക നേരത്തെ സൂചിപ്പിച്ചു, പുതുതലമുറയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് എത്രത്തോളം എല്ലായിടത്തും പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ളത് ചോദ്യമാണ്. ഇപ്പോഴും എത്രയോ പെൺകുട്ടികൾ, അതായത് കാസ്റ്റിംഗ് കോള് കണ്ടിട്ട് ഓഡീഷന് പോയതിനു ശേഷമൊക്കെ വളരെ മോശമായിട്ടുള്ള അനുഭവം നേരിട്ടു. ഈ അടുത്ത 2-3 വർഷത്തിനിടയിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷവും എന്ത് സംഭവിച്ചു? അതുപോലും എങ്ങനെ തള്ളിപ്പോയി? മീറ്റു ആരോപണങ്ങൾക്ക് വരെ എന്താണ് സംഭവിച്ചത്? അത് കൺസെന്റ് എന്നുള്ള ഒരു വാക്ക് ഇപ്പോ നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ ഉയർന്നു വരുന്ന ഈ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് അവിടങ്ങളിലും വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. സ്വയം അന്വേഷണ കമ്മീഷനെ വെച്ച് ഞങ്ങൾ അന്വേഷിച്ച് തീർപ്പാക്കി എന്നൊക്കെ പറയുന്ന തരത്തിലാണല്ലോ. അത് എത്രയോ പ്രാകൃതമായ രീതിയിലാണ് ഇപ്പോഴും ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൂല്യച്യുതികൾ പലയിടങ്ങളിലും എല്ലാ മേഖലകളിലും നടന്നു വരുന്നുണ്ട്. പക്ഷേ സിനിമയിൽ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് അങ്ങേയറ്റം പ്രാകൃതമായി ഇപ്പോഴും തുടരുന്നു. അതിനെതിരായ ശബ്ദമാണ്. ഇതെന്തായാലും തിരുത്തലിനുള്ള സമയമാണ്. സംഘടനകൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. കാരണം മാക്ടയെ പൊളിച്ച നടൻ, അങ്ങനെ ഒരു പരാമർശം അതിനകത്തുണ്ട്. അതും ആലോചിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല, ഫെഫ്കെ ഉണ്ട്, താരസംഘടന അമ്മയുണ്ട്, മറ്റ് ടെക്നീഷ്യൻസിന്റെ സംഘടനകളുണ്ട്. ആത്മ സംഘടനയുടെ പ്രസിഡന്റിനെതിരെ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. അത് നമുക്കറിയാവുന്ന മന്ത്രി കെ വി ഗണേഷ് കുമാറാണ്. അങ്ങനെ പേരുകളൊക്കെ പലതും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനകത്തുണ്ട്. സംഘടനകൾക്ക് ഒരു റോളുമില്ല. ഇന്നലെ പ്രതികരിച്ച ഒരു നിർമ്മാതാവ് പറഞ്ഞതാണ്. എന്തിനാണ് സംഘടനകൾ പിന്നെ? അത് വളരെ എവിഡന്റ് അല്ലേ? അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, അതായത് 2 വർഷമായി കാണും ഇത്തരത്തിൽ പുതുമുഖമായി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു നടി, അവർക്ക് നേരെ ഇത്തരത്തിൽ മദ്യപിച്ചുകൊണ്ട് ലൈംഗിക ചേഷ്ടയോടുകൂടി ഒരു മലയാളത്തിലെ പ്രമുഖ നടൻ, സ്വഭാവ നടൻ, ആ വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച വേദിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അതാണ് അവരുടെ ധൈര്യം. അതായത് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പെൺകുട്ടി പരാതി കൊടുത്തിരുന്നു, ഈ സംഘടനകൾ എന്ത് ചെയ്തിരുന്നു എന്ന്. ഏറ്റവും പ്രധാനമായി ദ്വയാർത്ഥങ്ങളാണ് മുഴുവൻ സെറ്റുകളിലും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ദ്വയാർത്ഥങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഇന്നലെ കേട്ടു, കോഡുകളാണ്. കിടക്ക പങ്കിടാൻ തയ്യാറാകുന്ന സ്ത്രീക്ക് ഒരു കോഡ്, അതല്ലാത്ത സ്ത്രീക്ക് മറ്റൊരു കോഡ്. ഇത്തരത്തിൽ കോഡുകളിലൂടെയാണ് ഓരോ സ്ത്രീയെയും സംബോധന ചെയ്യുന്നത്. മലയാള സിനിമ ആകെ നാണം കെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമം ഓരോ വ്യക്തികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അവിടെ മാത്രമേ നിങ്ങളിനെ അംഗീകരിക്കപ്പെടൂ എന്നുള്ള ബോധവും അവർക്കുണ്ടാകും. നടി ആക്രമിക്കപ്പെട്ട സംഭവം മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയതോടെയാണ് ആ സംഭവം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വഴിയൊരുക്കിയത്. 4.5 വർഷം വെളിച്ചം കാണാതിരുന്ന ആ റിപ്പോർട്ട് പുറത്തു വരാൻ കാരണമായതും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടപെടൽ തന്നെയാണ്. മലയാള സിനിമയുടെ ഒളിപ്പിച്ചു വെച്ച വികൃത മുഖം പുറത്തു വരുമ്പോൾ ആരാധനാ വിഗ്രഹങ്ങൾ പലതും പൊള്ളയാണെന്ന് മലയാളി മനസ്സിലാക്കുന്നതും അതേ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. അതെല്ലാം കൊണ്ടാണ് വാർത്തയിലുള്ള വനിതകൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കി ഈ 1 മണിക്കൂർ ഷോയിലേക്ക് ഞങ്ങൾ കടന്നത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. റിപ്പോർട്ട് കണ്ടിട്ടില്ല.